നമസ്കാരം, ഇത് ജെറിയാണ്. ട്രോപ്പിക്കൽ വെഞ്ചേഴ്സ് പുക്കേറ്റ്. നമ്മളൊരു കൺസൾട്ടൻറ്റ് ഫേമാണ്. ഓൾസോ വി ആർ ഇൻ റിയൽ എസ്റ്റേറ്റ്. ബേസിക്കലി നമ്മൾ ഇവിടുത്തെ ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് അവർ ബിസിനസ്. ദ സെക്കൻഡ് പാർട്ട്, വി ഹെൽപ്പ് പീപ്പിൾ സെറ്റപ്പ് ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് പുക്കേറ്റിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വീസ പ്രോസസ്സ്, ഓക്കെ, കമ്പനി ഫോർമേഷൻ, എങ്ങനെ നിങ്ങൾക്ക് ലീഗലി കമ്പനി സെറ്റപ്പ് ചെയ്യാം ആസ് എ ഫോറിനർ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ വിൽ ബി ഡെഡിക്കേറ്റിംഗ് ഫോർ അവർ മലയാളം ഓഡിയൻസ്. അതുകൊണ്ട് സെപ്പറേറ്റ് ചാനൽ ഫോർ മലയാളം. സെയിം വി ഹാവ് എ ഇംഗ്ലീഷ് ചാനൽ അണ്ടർ ദ നെയിം പുക്കേറ്റ് പാരഡൈം. അത് ഇംഗ്ലീഷ് വേർഷനാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചു, ഓക്കെ, മലയാളികളാണല്ലോ ലോകത്ത് എല്ലാ സ്ഥലത്തും ഫസ്റ്റ് എത്തുന്നത്. അപ്പം ഇത് മലയാളികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ചാനലാണ്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പുക്കേറ്റ് എല്ലാവരും, മിക്ക ആൾക്കാരും ചിലപ്പോൾ വെക്കേഷന് വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് തായ്ലൻഡ്, എന്തുകൊണ്ട് പുക്കേറ്റ്? ഓക്കെ, തായ്ലൻഡ് ഇപ്പോഴും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇക്കോണമിയാണ്. ഓക്കെ, നല്ല ലോക്കൽ ഇക്കോണമിയാണ്. ടൂറിസമാണ് നല്ലൊരു % റവന്യൂ ടൂറിസത്തിലാണ്. ഓക്കെ, പക്ഷേ ആൾക്കാർക്ക് തായ്ലൻഡിൻ്റെ വേറൊരു സൈഡ് അറിയില്ല. പെട്ടെന്ന് ആൾക്കാർ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ പട്ടായ, ഇത് പിന്നെ ക്ലബ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ വേറൊരു കംപ്ലീറ്റ് ഫാമിലി സൈഡുണ്ട്. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഉള്ളത്. എൻ്റെ കുട്ടി ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ഫാമിലി ലിവിങ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുക്കേറ്റിലാണെങ്കിൽ ഒരുപാട് വെൽത്തി പീപ്പിൾ ഇവിടെ മൂവിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് യൂറോപ്പിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, സിംഗപ്പൂറുണ്ട്, ചൈനയിൽ നിന്നുണ്ട്, ഹോങ്കോങ്ങിൽ നിന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ കുടിയേറ്റം ചെയ്യുന്നുണ്ട്. പുക്കേറ്റ് ഒരു ചെറിയ ഐലൻഡ് ആണെങ്കിലും ഇവിടെ ഈ ഒരു ഐലൻഡിൽ മാത്രം 17 ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട്. അതിൽ ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട്, അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനും അവൈലബിൾ ആണ്. അതുകൂടാതെ എല്ലാ റേഞ്ച് ഓഫ് ഇതിലും സ്കൂൾസ് ഉണ്ട്. ഹെൽത്ത് കെയർ തായ്ലൻഡിന് മുമ്പ് വന്നിട്ടുള്ള ആൾക്കറിയാം, ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ സിറ്റീസിലെ വെച്ച് നോക്കുമ്പോൾ വളരെ റീസണബിളാണ് ഫാമിലി ആയിട്ട് ലിവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങളിവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിസ കിട്ടുക, എങ്ങനെയാണ് നിങ്ങളൊരു കമ്പനി ഫോം ചെയ്യുക, ഇതിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കൊരു മിനിമം ഒരു കമ്പനി ഫോർമേഷന് വേണ്ടി വേണ്ടത് 2 മില്യൺ ബാത്താണ്. 2 മില്യൺ ബാത്ത് എന്ന് പറയുമ്പോൾ 2 മില്യൺ ബാത്ത് ഡിവൈഡ് ബൈ 32 62,500. ഇത്രയാണ് ലീഗലി നിങ്ങളൊരു ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻ സെറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. പക്ഷെ അതിൽ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കമ്പനി ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ വീഡിയോയിൽ പറയുന്നില്ല, അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാം. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ബിസിനസ്, ഒരുപാട് ടൈപ്സ് ഓഫ് ബിസിനസ് ഉണ്ട്, ഒരുപാട് ലൂക്രേറ്റീവ് ബിസിനസ് ഉണ്ട് ഇപ്പോഴും ഇവിടെ ചെയ്യാൻ പറ്റുന്ന. പ്രത്യേകിച്ച് മലയാളികൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട്. ഓക്കെ, സ്റ്റിൽ നല്ല മാർക്കറ്റാണ്, അൺടച്ച്ഡ് മാർക്കറ്റാണ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾക്ക് മലയാളികൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ലോകത്ത് എവിടെയും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എവറിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, ഇപ്പോഴും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഒരുപാട് ഈച്ച് ഇൻഡസ്ട്രിയിലും പല സ്കോപ്പും ഉണ്ട്. ഓക്കെ, പിന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിൻ്റെ വേറെ തന്നെ അതിൽ വരുന്ന ഒരുപാട് സ്കോപ്സ് ഉണ്ട്. ഓക്കെ, റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ഒരുപാട് സ്കോപ്സ് ഉണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ അതിൽ വരുന്ന സ്കോപ്സ് ഉണ്ട്. സീ ഫുഡ് ബിസിനസ് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ബിസിനസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ലീഗലി കമ്പനി ഓൺ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 51% തായ് നാഷണലും 49% ഫോറിനറും ആയിരിക്കണം. ആദ്യം തായ് നാഷണലിൻ്റെ പേരിലായിരിക്കും കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡയറക്ടർ മാറ്റിയിട്ടാണ് നമ്മൾ ഫോറിനർ ആഡ് ചെയ്യുന്നത്.
അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. കമ്പനി ഫോർമേഷൻ്റെ പ്രൈസസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഇതിൽ മെയിൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഡിഫിക്കൽട്ടായിരുന്നു. എവിടെയും നമുക്ക് പോയി എങ്ങനെയാണ് നമ്മൾ വിസ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്പനി, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി നമ്മൾ വെറുതെ എന്താ പറയുക കുറേ ചുറ്റും ലോയേഴ്സിൻ്റെ അടുക്ക് പോയാലും അതിനൊന്നും കറക്റ്റായ ഒരു സാധനം കിട്ടില്ല, ഗൈഡൻസ് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ ഡോണ്ട് വി ഓപ്പൺ അപ്പ് സംതിങ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർക്ക് വിത്തിൻ മലയാളി കമ്മ്യൂണിറ്റി. സോ ദിസ് ഈസ് ദ റീസൺ വൈ ഐ എം മേക്കിംഗ് വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ്, ഫോൺ നമ്പേഴ്സ് എല്ലാം കൊടുക്കാം. എന്ത് കാര്യമുണ്ടെങ്കിലും യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ, ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ ആൻഡ് ഐ വിൽ ബി മോർ ദൻ ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, അപ്പം നമസ്കാരം, താങ്ക് യു വെരി മച്ച്. കപ്പം ഖാ.